കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ CBI സുപ്രീം കോടതിയിൽ. തെളിവുകൾ നശിപ്പിക്കാൻ സംഘടിത ശ്രമം നടന്നുവെന്ന് കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ CBI കുറ്റപ്പെടുത്തി. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനോട് ജോലിയിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. കോടതി നിർദ്ദേശത്തിന് പിന്നാലെ എയിംസിലെ ഡോക്ടർമാർ സമരം അവസാനിപ്പിച്ചു. ഡോക്ടറുടെ കൊലപാതകമുണ്ടായി 5 ദിവസം കഴിഞ്ഞാണ് കേസ് ഏറ്റെടുത്തതെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെട്ടെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിൽ CBI വ്യക്തമാക്കി. പിന്നാലെ സംസ്ഥാന പോലീസിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോടതി വിമർശനങ്ങൾ ആവർത്തിച്ചു. FIR രജിസ്റ്റർ ചെയ്തതിലെ കാലതാമസം, ക്രൈം സീൻ സീല് ചെയ്യുന്നതിലെ കാലതാമസം, പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന് നൽകിയ പുനർനിയമനം തുടങ്ങിയവ കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രിയിലെ ആൾക്കൂട്ടാക്രമണം സംബന്ധിച്ച് കൊൽക്കത്ത പോലീസ് നൽകിയ തൽസ്ഥിതി റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. സമരം ചെയ്യുന്ന ഡോക്ടേഴ്സ് ജോലിയിലേക്ക് മടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ജോലിയിൽ മടങ്ങുന്നവരോട് പ്രതികാര നടപടി പാടില്ലെന്നും ബംഗാൾ സർക്കാരിനോട് കോടതി. ഇതിന് പിന്നാലെ എയിംസിലെ ഡോക്ടേഴ്സ് പ്രതിഷേധം അവസാനിപ്പിച്ചു. എന്നാൽ ജോലി സമയത്തിന് ശേഷം സമരത്തിന്റെ ഭാഗമാകും. പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് കൊൽക്കത്തയിലെ ഡോക്ടേഴ്സ്. അതിക്രമങ്ങളിൽ സമയബന്ധിത നടപടി ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് കോടതി നിർദ്ദേശിച്ചു. ഇതിനായി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും DGPമാരുടെയും യോഗം വിളിക്കണം. അടുത്ത മാസം 5-ന് വീണ്ടും തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ CBIയോടും കൊൽക്കത്ത പോലീസിനോടും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. 24 ഡൽഹി.